അങ്ങനെ വാറന്റി കഴിഞ്ഞ ഈ ഐഫോൺ 13 എനിക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാർക്കുന്നു. 10 പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഐഫോൺ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആപ്പിൾ ഡിസ്പ്ലേ അടിച്ചു പോയി. വാറന്റി ഉള്ളതോ വാറന്റി കഴിഞ്ഞു പോയോ ഐഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ പുറത്തെവിടെയും പോകാതെ ആദ്യമേ തന്നെ ഡയറക്റ്റ് ഓതറൈസ്ഡ് ഐ കെയർ സെൻറ്ററിൽ പോവാം. ഞാൻ പോയത് കോട്ടയം കളത്തിപ്പടിയിലാണ്. നമ്മുടെ ഫോൺ കാണിക്കുക, ഇതാണ് പറ്റിയത്, ഇന്ന കാരണം അവരോട് പറയാം. അപ്പോൾ അവർ പറയും നമ്മളോട് ഐഫോണിൻ്റെ കസ്റ്റമർ കെയർ വിളിക്കാൻ പറയും. ഈ താഴെ കാണുന്നതാണ് ഐഫോൺ കസ്റ്റമർ കെയർ നമ്പർ. ഈ നമ്പറിൽ വിളിക്കുക. ഇംഗ്ലീഷോ ഹിന്ദിയാണ് സംസാരിക്കേണ്ടത്. സർവീസ് സെൻറ്റർ നിന്നുകൊണ്ട് തന്നെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവർ നമ്മളോട് പറയും ഫോൺ ഡയഗ്നോസിസിന് വേണ്ടി ഏൽപ്പിക്കാൻ പറയും. ഡയഗ്നോസിസിന് കൊടുക്കുക 2250 രൂപ ചാർജ് കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. ഫിസിക്കൽ ഡാമേജോ അതോ ഇവർ ഓതറൈസ്ഡ് ഐഫോൺ അല്ലാതെ വേറെ തേർഡ് പാർട്ടി ഏതെങ്കിലും ഓപ്പൺ ചെയ്തോ വാട്ടർ ഡാമേജോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇതാണോ പ്രശ്നം, ഹാർഡ്വെയർ പ്രശ്നമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഡയറക്റ്റ് അവരെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ ഐ ഡിയും ക്ലൗഡ് ഐ ഡിയും ലോഗൗട്ട് വെക്കാൻ പറയും. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കവറ്, സ്ക്രീൻ ഗാർഡ് എന്തൊക്കെ ലാമിനേഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവർ റിമൂവ് ചെയ്യാൻ പറയും. ഡിസ്പ്ലേ അടിച്ചു പോയിട്ട് ലോഗൗട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ തന്നെ അവരുടെ ഫോണിൽ നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യും. ഐ ഡിയും പാസ്വേഡും ഒരിക്കലും മറക്കരുത്. ഏറ്റവും ഒരു ഐഫോൺ യൂസേഴ്സും ബേസിക് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ദെൻ നിങ്ങൾ അവരൊരു ടിക്കറ്റ് നമ്പർ നമുക്ക് തരും. അതായത് പൈസ അടച്ചതിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളതിൻ്റെ ടിക്കറ്റ് നമ്പർ തരും. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫോൺ അവിടെ ഏൽപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കസ്റ്റമർ കെയറിനെ വിളിക്കുക. കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് തരും. റിപ്പോർട്ട് നമ്മുടെ മെയിൽ ഐ ഡിക്ക് ആയിരിക്കും അവർ അയക്കുന്നത്. ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റിപ്പോർട്ട് വായിക്കുക. എൻ്റെ റിപ്പോർട്ട് ഐ ഡി ഇതാണ് വന്നത്. അപ്പം എനിക്ക് വേറെ ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, മെയിനായിട്ട് വന്ന ഹാർഡ്വെയർ ഇഷ്യൂ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഉറപ്പിന്മേൽ നമ്മൾ വീണ്ടും കസ്റ്റമർ കെയറിനെ വിളിക്കുക. അപ്പം നമ്മുടെ കേസ് ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ആദ്യമൊന്നും അവർ തയ്യാറാകും. ഇവരുടെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ 5 പേര് പുറത്തായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഒരു 5 പേരിനകത്ത് വിളിക്കുമായിരിക്കും. അതിനകത്ത് 3 പേര് പിന്മാറും. പിന്നെ ആകെ കിട്ടുന്ന 2 പേർക്കായിരിക്കും. ആ 2 പേര് അതുപോലെ കട്ടായി നിന്നുകൊണ്ടായിരിക്കും അവർ കിട്ടുക. അപ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നെ എൻ്റെ ഒരു കൂട്ടുകാരാണ്. അവൻ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് അവർക്ക് പുഷ് ചെയ്തിട്ടാണ് എൻ്റെ ഫൈനലായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മാറിത്തരാൻ പറ്റില്ല, എക്സംഷൻ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ വിളിച്ചായിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ കേസ് ഐ ഡി തന്നെ എല്ലാം രജിസ്റ്റർ ആയിട്ടുണ്ട്. രണ്ടാമത് വിളിച്ചപ്പോഴേക്കും വേറെ ഒരാളായിരുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ കേസ് പഠിച്ച് സീനിയർ ലെവലിൽ വരെ എത്തണം നമ്മുടെ മാറ്റർ. അതുപോലെ നമ്മൾ കീപ് പുഷിംഗ് ആയിട്ട് സംസാരിക്കുക. അതായത് പ്രോഡക്റ്റിൻ്റെ ഇഷ്യൂ ആണ്, ആപ്പിളിൻ്റെ ഇഷ്യൂ. ഞങ്ങൾ ട്രസ്റ്റ് വർത്തി കസ്റ്റമേഴ്സിന് ഇത്രയും പൈസ മുടക്കിയെടുത്ത പ്രോഡക്റ്റിന് ഇങ്ങനെ ഡാമേജ് വരുന്നത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല, നിങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്താൽ കമ്പനി ബാധ്യസ്ഥയാണെന്ന് നമ്മൾ അവരോട് കട്ടായം പറയും. അങ്ങനെ ഞങ്ങൾ നിരന്തരം വിളിച്ച് രണ്ടാമത്തെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് അവസാനം അന്ന് വൈകിട്ട് ഫൈനലായിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങളുടെ എക്സംഷൻ പാസ്സായിട്ടുണ്ട്. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾക്ക് എക്സംഷൻ കിട്ടിയത് മെയിൽ കളത്തിപ്പടി ഐ കെയറിലോട്ട് അയച്ചു. പിറ്റേ ദിവസം അവർ ഫോൺ റെഡിയാക്കി വെച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഫോൺ കൊടുത്ത് 10 പൈസ കൊടുക്കേണ്ടി വന്നില്ല. ആദ്യമേ അടച്ച ഡയഗ്നോസിസ് ചാർജ് 2250 രൂപ നമുക്ക് റീഫണ്ടബിൾ ആണ്. ഇതാണ് ഫ്രഷ് ഡിസ്പ്ലേ ആയിട്ടുള്ള നിലവിൽ എൻ്റെ ഐഫോൺ ഇരിക്കുന്നത്. ഇത് ഡിസ്പ്ലേ മാത്രം മാറില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്യാൻ നേരം ഞാൻ അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുമല്ല നമുക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 മാസത്തെ വാറൻറ്റിയും കൂടെ, അതായത് ഡിസ്പ്ലേ വാറൻറ്റിയും കൂടെ നമുക്ക് അവർ തരുന്നുണ്ട്. ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സെറ്റിങ്സിനകത്ത് ഇത് ഡിസ്പ്ലേ മാറിയതാണ്, ജെന്യൂൻ ആണെന്നുള്ള ടിക്ക് മാർക്ക് കിട്ടും. ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.